ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ ഹോം ടൂറാണ് കേട്ടോ കാണിക്കുന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോയിട്ടാണ് ഉള്ളത്. പിന്നെ അച്ഛൻ കുറേ കാലം ഗൾഫിലായിരുന്നു കേട്ടോ. ഇപ്പം നാട്ടിലാണ്, ഇലക്ട്രീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ വൈകുന്നേരമാവും, 5:30-6 മണിയെല്ലാം രാത്രി. പറ്റുവാണെങ്കിൽ അച്ഛനെയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്ന് ഹോം ടൂർ കാണിക്കാൻ നിങ്ങൾ ആരെല്ലോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീട് കാണിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടുത്തെ വീടും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട് കറക്റ്റ് ആറ്റടപ്പ നൂനൻകാവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ജസ്റ്റ് ഒരു വീട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ അമ്പലമാണ്. അപ്പോൾ അതിന് തൊട്ടടുത്താണ് ചിന്മയ കോളേജില്ലേ. അപ്പോൾ കോളേജിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ടാണ് വീട് വരിക. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അത്രയേ ഉള്ളൂ കേട്ടോ, 15 മിനിറ്റല്ലേ ഉള്ളൂ ഇവിടത്തേക്ക്. അപ്പോൾ നമുക്ക് വീട് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്. പിന്നെ തൊട്ടടുത്തെല്ലാം ഒരുപാട് വീടുണ്ട് കേട്ടോ. എന്താ ഒരുപാട് ചെടിയെല്ലാം ഉണ്ട്. ഇതെല്ലാം അമ്മേൻ്റെ ഇതാണ് കേട്ടോ ചെടിയെല്ലാം. എന്താ ഞാൻ മുന്നേ വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെടിയെല്ലാം. അപ്പോൾ ഇതാ കുറച്ച് അത്യാവശ്യം ചെടിയെല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു റോസ് വിരിഞ്ഞിരിക്കുന്നുണ്ട്, അടിപൊളിയല്ലേ. അങ്ങനെ അതാ അങ്ങോട്ട് സൈഡിലോട്ടെല്ലാം ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ റോഡ് വരുന്നത് ബാക്ക് സൈഡിലോട്ടെയാണ് റോഡ് വരുന്നത്. തൊട്ടടുത്തെല്ലാം വീടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷൂറാക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം ചെടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. പേര് പി എന്നാണ് കേട്ടോ. പിപ്പി അതിനൊരുപാട് വയസ്സായി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ രോമെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പി ആൾക്കാർ വരുമ്പം കുരക്കും കേട്ടോ, ഇങ്ങനെ വെള്ളമുണ്ട്. ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വണ്ടി. പിന്നെ ഇത് ഏട്ടൻ്റെ ബുള്ളറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ എൻ്റെ സ്കൂട്ടീൻ്റെ ഏട്ടൻ ഞാൻ വണ്ടി എടുത്തിട്ടാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയും കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഹോളാണ് കേട്ടോ ഇവിടെ. ചില വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലെല്ലാം അല്ലേ, ഇങ്ങനെ കുറേ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാണ് കേട്ടോ ഏച്ചിയും അച്ഛൻ്റെ ഹസ്ബൻഡുമാണ് ഗിരീഷേട്ടൻ. ഇതെല്ലാം നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസാണ്, ഫോട്ടോസാണ്. ഇതാ പിന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചെറിയ രീതിയിൽ കൃഷ്ണൻ്റെ ഫോട്ടോവും അങ്ങനെയെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഭിത്തിയിൽ വെക്കേണ്ട ഫോട്ടോസാണ്. അതിനി വെക്കാനുണ്ട് അത്ര. ഇതാ നമ്മളെ കല്യാണ ഫോട്ടോ ആണ്. പിന്നെ ഇതെൻ്റെ അപ്പാപ്പനാണ് കേട്ടോ. അപ്പാപ്പൻ്റെ കൂടെയുള്ള വീഡിയോസ് ഷോർട്സ് എല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെല്ലുമ്മയും ഏച്ചിയും ഏട്ടനെല്ലാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരു ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ടെന്ന് ആരും പറയില്ല. കല്യാണത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയായ ഒരു സ്ഥലമാണ് കേട്ടോ അത്. കണ്ടേ, അമ്മ എന്നാൽ തുറന്ന് കാണിച്ചു കൊടുക്കറ. ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. എന്താ ഇവിടെ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ. ക്ലോസ് ചെയ്ത കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ അത്. ഇതാ കുറച്ച് ഫോട്ടോസെല്ലാം ഇങ്ങനെ വെച്ചിട്ട്. ഇത് അച്ഛനും അമ്മയായിട്ടുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ. അച്ഛൻ അധികം വീഡിയോയിലൊന്നും കാണിച്ചില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാമല്ലോ.
അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് കയറുന്നിടത്താണ്, സ്റ്റെയറിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് അച്ഛൻ്റെ അച്ഛനും പിന്നെ അമ്മേൻ്റെ അമ്മയും പിന്നെ ഇതായിട്ടെൻ്റെ ചേച്ചീൻ്റെ എല്ലാം കുറേ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കയറി വരുമ്പം തന്നെ ഒരു സൈഡിൽ ആ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ അധികം അച്ഛനെ കിടക്കൽ. ഈ റൂമിൽ നല്ല തണുപ്പാണ് അല്ലേ, ചൂടധികം ഇല്ലാത്ത റൂമാട്ടോ ഇത്. നേരെ കയറി വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ഇതാ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പണ്ടത്തെ കോലം കണ്ട ഇവിടെ ഞാനുണ്ട്. ഇതാ ചേച്ചിൻ്റെ മോളാണ് പൊന്നു. മല്ലിപ്പയിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് റൂം. കയറി വരുമ്പോൾ തന്നെയുള്ള പിന്നെ ഇതാ നേരെ ഡൈനിങ് റൂമിൻ്റെ നേരെ അടുത്ത് തന്നെയായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിലാണ് ഞാനും അമ്മയും കിടക്കൽ. ഈ ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ബാത്റൂം ഉണ്ട്, ടോയ്ലറ്റ്. പിന്നെ നമ്മളെ ഹാളിൽ ഇതാ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ദേവിക വരച്ചതാണ്. ദേവിക ആരാന്ന് വെച്ചാൽ അച്ഛൻ്റെ സിസ്റ്റർ മോള് കേട്ടോ. അടിപൊളിയല്ലേ, അവൾ നന്നായിട്ട് വരക്കും കേട്ടോ. അവൾക്ക് നല്ല കഴിവുണ്ട് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ ടൈമിൽ ഏട്ടന് ഗിഫ്റ്റ് കൊടുത്തതാണ് അല്ലേ. നന്നായിട്ട് വരക്കുന്നുണ്ട് കേട്ടോ. അവളെ വീട്ടിൽ കുറേ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത നമ്മളെ കിച്ചൺ കണ്ടിട്ട് വരാം അല്ലേ. എല്ലാവർക്കും കിച്ചണല്ലേ ഇമ്പോർട്ടൻ്റ്. അപ്പം അത് കണ്ടിട്ട് വരാം. ഹലോ, അപ്പോൾ നമ്മളിതാ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ലേ കിച്ചൺ. അപ്പോൾ ഇതാ കിച്ചണിൽ ഇങ്ങനെ അമ്മേൻ്റെ ഒരു മണി പ്ലാന്റും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഒരു അത്യാവശ്യം ചായയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് വെക്കും കേട്ടോ. പിന്നെ അമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോഴും പിന്നെ റേഡിയോ അങ്ങ് തുറന്ന് വെക്കും കേട്ടോ. പിന്നെ അവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇത് അത്യാവശ്യം പച്ചക്കറിയെല്ലാം വെച്ചാണ്. കബോർഡ് ഉണ്ട്. താഴെ ഇങ്ങനെ കബോർഡ് വെച്ചിട്ടുണ്ട്. മേലെ ഉണ്ട് കേട്ടോ കബോർഡ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. അങ്ങനെ ഇതാ നമ്മൾ കുക്കിംഗ് ഒന്നും കിച്ചണിൽ വെച്ചിട്ടല്ല കേട്ടോ, വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. അത് കൊതുകും പ്രാണിയെല്ലാം കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റ്. അപ്പം നമ്മുടെ കുക്കിങ്ങെല്ലാം ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ ഒരു ഗ്യാസിൻ്റെ അടുപ്പൊക്കെ കേട്ടോ. അപ്പം തുണിയെല്ലാം അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ നമ്മളിതാ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇന്ത്യൻ ടോയ്ലറ്റാണ് കേട്ടോ. ഇവിടെ ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ ഇതായിട്ട് ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുന്നത്. ഇവിടെ നമ്മൾ തുണിയെല്ലാം വിരിച്ചിരുന്ന ഏരിയയാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം, അടുപ്പും ഗ്യാസ് സ്റ്റോവിൽ ഇവിടെയാണ് കേട്ടോ. പിന്നെ അമ്മേൻ്റെ കുറച്ച് ചെടികളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തെ ഫ്ലോറെല്ലാം അത്യാവശ്യം കണ്ടു. അപ്പോൾ നമുക്ക് ഇനി മേലെ കണ്ടിട്ട് വരാം കേട്ടോ. ഹോളിൻ്റെ നേരെ നമ്മുടെ മേലേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ. കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഓരോ ഫ്ലവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവറെല്ലാം ഒരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അപ്പോൾ ഇത് മേലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പം ഈ സൈഡിലുള്ളതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഇതാ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സേബ്രേറ്റിൻ്റെ ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ താഴെ ഒരു കബേർഡ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് കേട്ടോ. ഒരു ഫോട്ടോ ഇതാ ഇവിടെ കണ്ട എൻ്റെ ഏട്ടൻ്റെ പേരിൽ എഴുതിയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. വലിയ മേക്കപ്പൊന്നും ചെയ്യില്ല, എന്നാലും അതിനകത്ത് ഇരുന്നിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെയാണ് നമ്മുടെ ഷെൽഫും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതാ
നേരെ ഇപ്പുറത്തേക്ക് പോയാൽ നമ്മളെ ബാത്റൂമുണ്ട്. ഞാൻ ലൈറ്റെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതെൻ്റെ റൂം. അപ്പം ഇനി നമുക്ക് ഏച്ചിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം കേട്ടോ. ഇതാണ് ഏച്ചിൻ്റെ ബെഡ്റൂം. ഇതാണ് കേട്ടോ ഏച്ചിൻ്റെ ബെഡ്റൂം. സെയിം ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ബാത്റൂമും ഉണ്ട് കേട്ടോ. കാഞ്ചേരെ ഇതാ ഇവിടെ ഷെൽഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊരു ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. പിന്നെ ഇതാ നേരെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ബാത്റൂമാണ്. പിന്നെ ഇവരിവിടെ താമസിക്കാത്തതുകൊണ്ട് ഏച്ചി ദുബായിലായതുകൊണ്ട് അങ്ങനെ ആരും ഒന്നും ഉപയോഗിക്കുകയില്ല കേട്ടോ റൂം. അപ്പോൾ കയറി വരുമ്പം തന്നെ ഏച്ചിൻ്റെ റൂമും ഇതെൻ്റെ റൂമും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഗസ്റ്റ് റൂം പോലെ വെച്ചതാണ്. ഇവിടെ ഒന്നും ആരും കിടക്കാനൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം കിടക്കും, അല്ലെങ്കിൽ വെറുതെയെങ്കിലും വന്നു കേട്ടോ. ഇപ്പോൾ കയറി വരുന്ന സ്ഥലത്ത് മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ടിലൊന്നും നമ്മൾ ഇരിക്കലേ ഇല്ല. ഇതാണ് സിറ്റ് ഔട്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പേര് വേണം അല്ലേ, എന്നാലും നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ആ ഒരു രസം ഉണ്ടാവില്ല. ഇതിപ്പം ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഏച്ചിൻ്റെ ഏട്ടൻ്റെ കല്യാണ ഫോട്ടോ ആണ് ഇത്. പിന്നെ ഇതാ ഫാമിലി ഫോട്ടോ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അച്ഛനും അമ്മയും ഏച്ചിയും. പിന്നെ കണ്ടേ നമ്മുടെ കല്യാണത്തിന് അടിച്ചതാണ് കേട്ടോ ഇത്. നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുകളിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ പുറത്ത് വിരിച്ചിടുന്ന സ്ഥലമാണ് കേട്ടോ. വർക്ക് ഏരിയ പുറത്ത് മേലെ വിരിച്ചിടുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ വിരിച്ചിടാൻ വേണ്ടിയിട്ട്. എന്താ പിന്നെ നമ്മൾ റോഡ് വരുന്നത് ഇതാ ബാക്ക് സൈഡ് കൂട്ടിയാണ് കേട്ടോ റോഡ് വരുന്നത്. അപ്പം നമ്മൾ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ. മുകളിലും താഴെയായിട്ട് കാണിച്ചു. പിന്നെ ഇനി നമ്മൾ ഒരു മീൻ വളർത്തുന്നത് മീൻസ് അച്ഛൻ മേടിച്ചാണ്, വീട്ടിലേക്ക് കൊണ്ട് മേടിച്ചു. അപ്പം അതിന് ജീവൻ കണ്ടിട്ട് അച്ഛൻ വളർത്തിയിട്ടുണ്ടായിരുന്നു വലിയ ടാങ്കിലിട്ടിട്ട്. അപ്പോൾ ആ മീനും കൂടിയും കാണിച്ചേ. ഇത് വേണ്ട ചെറിയ ഗപ്പീനെ വളർത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ. ചെറുത്. ആദ്യം ഇത് മുറ്റത്തേനും, പിന്നെ ഇത് അച്ഛൻ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അപ്പം ഇതാ മീനിനെയും കൂടി കാണിച്ചു കേട്ടോ. ഇതിൽ അമ്മേൻ്റെ ചെടിയാണ്. അവിടെ 2 പിള്ളേരുണ്ട് കേട്ടോ, അമ്പാടിയും കണ്ണനും. അവർ ഭയങ്കര സംസാരമാണ് കേട്ടോ എൻ്റെ അടുത്ത്. കാണിച്ചു കേട്ടോ. വേണ്ട ഇതിനകത്താട്ടാ നമ്മുടെ ടാങ്കിലാണ് മീൻ വളർത്തുന്നത്. കണ്ടേ വലിയ മീനായിട്ടുണ്ട് കേട്ടാ. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല, മുഷുവാണെന്ന് തോന്നുന്നു. വലിയതായി അത്. പിന്നെന്താ ഇതിലിപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലേ. പണ്ട് അമ്മമ്മയിൽ എനിക്ക് ഇതിനകത്ത് ചമ്മന്തിയെല്ലാം അരച്ചെടുത്ത്. പിന്നെ അമ്മേൻ്റെ ഇങ്ങനെ കുറച്ച് പച്ചക്കറി അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മളെ കിണർ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്കുള്ള റോഡ്. അമ്പാടി ഐശുവിൻ്റെ വീഡിയോ ആണ്. ഹായ് പറ അമ്പാടി. ഇതെൻ്റെ അമ്പാടിയാന്ന് ഞാൻ പറഞ്ഞു. അമ്പാടി ഹായ് പറ. ഇത് ഐശുവിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ അമ്പാടിയുടെ അനിയൻ. കണ്ണ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പാടിയും കണ്ണനും. ഇവർ ഭയങ്കര കോമഡിയാണ് കേട്ടോ. എൻ്റെ കൂടെ തന്നെയാണ്. ഞാനിങ്ങനെ വെറുതെ അടിയായിക്കൊണ്ട് നിൽക്കും, ചൂടാക്കിക്കൊണ്ട് നിൽക്കും. ഓ മോളെ കാണിച്ച് ബായ് പറ കേട്ടാ. അപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്.
അച്ഛനെ വീഡിയോയിൽ മുന്നേ ഞാൻ ഷോർട്സിലെല്ലാം കാണിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല അല്ലേ? അപ്പം അച്ഛൻ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അപ്പം ഇന്നത്തെ ഹോം ടൂർ ആയിരുന്നു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവായിരുന്നു അല്ലേ? അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.